അപ്പൊ അവനല്ലേ മരിച്ചത്? പിന്നെ ആരുടെയാണ് ബോഡി? देखिए अपने बाप के लास्ट लेकर आया। എടാ നമ്മൾ ഈ നേപ്പാൾ മുഴുവൻ നടന്ന് കഷ്ടപ്പെട്ടത് അവനെ കാണാൻ വേണ്ടിട്ടല്ലേ? നീ വന്നേ. नमस्ते भैया, मैंने सोचा नहीं था कि आपको यहाँ देखूंगा। मैंने भी सोचा नहीं था तुम मेरे साथ ऐसा करोगे। हाँ? मैंने क्या किया भैया? क्या किया तूने? फोन स्विच ऑफ कर बिना बताए हुए कहाँ भागा था? क्यों? हालत ही ऐसी थी भैया। आदि यंग अर्जु, निनके പറഞ്ഞിട്ട് പോവാൻ പാടില്ലേ? मैंने तो बहुत बार आपको फोन किया भैया, आपने फोन कट कर दिया, उसके बाद फोन स्विच ऑफ कर दिया। എന്റെ പൊന്നു ഓഫ് ചെയ്ത് വെക്ക്, കോടതിയാണ് പണി കിട്ടും. സ്വിച്ച് ഓഫ് ചെയ്യ്, സ്വിച്ച് ഓഫ് ചെയ്യ്. ഓഫ് ആണോ? भैया जाने के लिए भी पैसे नहीं था, इसलिए वो मोबाइल बेचकर इधर आ गए। എടാ നിന്റെ കയ്യിൽ ഇവനൊരു പൊതി ഏൽപ്പിച്ചില്ലേ? പാക്കറ്റ് അതെവിടെ? പാക്കറ്റ് കിധർ ഹേ? पैकेट? हाँ, वो पैकेट तो मैं दुकान में ही रख दिया। കടയിൽ എവിടെ? നിനക്ക് എവിടെയൊക്കെ ശരിക്കും നോക്കായിരുന്നില്ലടാ. ചേട്ടാ എല്ലാരും കൂടി അവനെ കള്ളനാക്കിയപ്പോ ഞാനും വിശ്വസിച്ചു പോയി. ആ വെപ്രാളത്തിന്റെ ഇടയിൽ നോക്കിയില്ല. क्या है भैया बात? എടാ പൊതിയിലുണ്ടായിരുന്ന ഒരു ലോട്ടറിക്ക് 1ാം സമ്മാനം അടിച്ചു. 80 ലക്ഷം രൂപ, 80 lakhs. भगवान को धन्यवाद, बेबी सेटा का सब प्रॉब्लम खत्म हो गया। ഒരു പ്രശ്നം ഒരിക്കലും തീരാൻ പോളടാ.
ആ ലോട്ടറി സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ദിവസമൊക്കെ കഴിഞ്ഞു. ആ കട ഇപ്പൊ പൊളിച്ചു കാണും. തലവരിയില്ല അതാ. भैया अभी നീ ആ ലോട്ടറിയും കൊണ്ട് മുങ്ങിയെന്നാ ഞങ്ങൾ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ തേടി ഇവിടം വരെ വന്നത്. भैया जॉन हार्पर एवरेस्ट चढ़ने के लिए फिर बुलाया था. मेरे बाबा का शरीर मुझे वापस लाना था भैया. उस समय मैंने कुछ भी नहीं सोचा था. मेरे कारण आपको बड़ा नुकसान हुआ ना. मुझे माफ कर दो भैया. സാരമില്ലടാ, നീ എന്നെ ചതിച്ചില്ലെന്ന് അറിഞ്ഞല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിന്നെ അത്ര ഇഷ്ടോടെ അതുകൊണ്ടാണ്. ബേബി പോട്ടടാ. നിനക്ക് എന്താണെങ്കിലും ലോട്ടറിയുടെ കമ്മീഷൻ 8 ലക്ഷം രൂപ കിട്ടൂലേ? എൻ്റെ കാശ് നീ തരണ്ട. ആ കാശ് കൊണ്ട് നിന്റെ കടങ്ങളൊക്കെ വിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കേ. ഞാൻ ഇത്രയും നാളും ജീവിച്ച ജീവിതം ഒന്നുമല്ലെന്ന് നീയൊക്കെ എനിക്ക് കാണിച്ചു തന്നു. എത്ര കോടി കൊടുത്താലും കിട്ടാത്ത തിരിച്ചറിവുകളാണ് എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ ജീവിക്കും എന്ന് വെച്ചാൽ എൻ്റെ കാശ് മുഴുവൻ നാട്ടുകാർക്ക് വെറുതെ കൊടുക്കുകയൊന്നുമില്ല. എൻ്റെ കാശ് ചിലവാക്കി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും. പരിഞ്ഞപ്പോ എന്താടാ? ഞാൻ ഇന്ന് തുടങ്ങി പരിഞ്ഞപ്പൻ എന്റെ സ്വന്തം അപ്പനായിട്ട് ദത്തെടുത്തോട്ടെ. ഒന്ന് പോടാപ്പ അവിടുന്ന്. നിന്റെ തളർന്ന് സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അവനെന്നെ ദത്തെടുക്കാന്ന്. അയ്യടാ, അപ്പൊ നീ ഞങ്ങൾ വന്നേക്കൂലേ? നിന്നെ മാത്രം എടുക്കാട്ടാ. വീട്ടിൽ നിന്നുള്ള ഹലോ. അപ്പാ എത്ര ദിവസമായിടാ നിന്നെയൊക്കെ കിടന്ന് വിളിക്കണേ. നീയൊക്കെ ഏത് മലമൂട്ടി പോയി കിടക്കുക? അയ്യോ, അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല അപ്പാ. അപ്പനാണോ? എടാ 30-ാം തീയതി നമ്മുടെ കട പൊളിക്കുന്ന ദിവസം ഞാൻ പോയായിരുന്നു കേട്ടോ. എടാ, അപ്പനാ ലോട്ടറി കിട്ടിയടാ കടേന്ന്.